നമസ്കാരം. കേരള തീരത്തിന് സമീപത്ത് വെച്ച് തീപിടിച്ച വോൺഹായ് 503 ചരക്ക് കപ്പലിന്റെ നിലവിലെ സ്ഥിതി വിവരങ്ങൾ ഇന്ത്യ സിംഗപ്പൂർ ഷിപ്പിംഗ് അധികൃതർ കൈമാറി. BCM എന്ന കമ്പനിക്കായിരുന്നു കപ്പലിന്റെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്നത്. ഈ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെട്ടിട്ടുണ്ട്. 157 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ടെന്നാണ് വിവരം. വിവിധതരം ആസിഡുകൾ, ലിഥിയം, ബാറ്ററികൾ, ഗൺ പൗഡർ, ടർപ്പന്റൈൻ അടക്കം തീപിടുത്തത്തിന് സാധ്യതയുള്ള വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. തനിയെ തീപിടിക്കുന്നതുൾപ്പെടെ 4 തരം രാസവസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉള്ളിലുണ്ടെന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്ന് തീപിടുത്തമുണ്ടായതിന് 44 നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന അഴീക്കൽ പോർട്ടിന്റെ ഓഫീസറും വ്യക്തമാക്കി. എന്നാൽ കണ്ടെയ്നറുകളിൽ എന്താണ് സൂക്ഷിച്ചിരുന്നതെന്ന് കമ്പനി ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. അഴീക്കലിനും ബേപ്പൂരിനും ഇടയിൽ അന്തർദേശീയ കപ്പൽ പാതയിലാണ് ചരക്ക് കപ്പലിൽ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായത്. രാവിലെ 9:30യോടെയാണ് കൊളംബോയിൽ നിന്ന് നവി മുംബൈയിലേക്ക് പോയ സിംഗപ്പൂർ കപ്പലിൽ അപകടമുണ്ടായത്. ക്യാപ്റ്റൻ അടക്കം 18 പേരെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തി. ജീവനക്കാരിൽ 4 പേരെ കാണാതായി. പൊള്ളലേറ്റ 5 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരടക്കം കപ്പലിൽ ഉണ്ടായിരുന്നവരെ മംഗലാപുരത്ത് എത്തിക്കാൻ തന്നെ സാധ്യതയുണ്ടെന്ന് പറയുന്നു. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും സ്വകാര്യ ആശുപത്രികളുമായും ബന്ധപ്പെട്ട കപ്പൽ കമ്പനി അധികൃതർ പറഞ്ഞു. ബേപ്പൂർ, അഴീക്കോട് തുറമുഖങ്ങളിലും ആംബുലൻസുകൾ അടക്കം സജ്ജമായി തന്നെ നിൽക്കുകയാണ്. ആശുപത്രികൾ സജ്ജമാണെന്ന് അറിയിച്ചു. കപ്പൽ അപകടത്തിൽ പരിക്കേറ്റവരെ എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് സജ്ജമായിരിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് കോഴിക്കോട് കളക്ടർ അറിയിച്ചു. ബേപ്പൂർ, ഏലത്തൂർ, ബേപ്പൂർ, വടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോഴിക്കോട് സിറ്റി റൂറൽ പോലീസ് സ്റ്റേഷനുകളിലേക്കും പോർട്ട് ഓഫീസ്, ഫിഷറീസ്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര TEOCകളിലേക്കും അറിയിപ്പ് കൊടുത്തതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിലേക്ക് വൈദ്യസഹായത്തിനായും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട് തീപിടിച്ച MV വോൺഹായ് 503 കപ്പൽ നിലവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട നിലയിലാണ് എന്ന് നാവികസേന അറിയിച്ചു. കപ്പൽ ഒഴുകി നടക്കുന്ന നിലയിലാണെന്ന് നാവികസേന പറഞ്ഞു. കപ്പലിലെ തീ അണയ്ക്കാനാണ് നിലവിലെ ശ്രമം നടക്കുന്നതെന്നും പറഞ്ഞു. സിംഗപ്പൂർ ഷിപ്പിംഗ് അധികൃതർക്ക് ഇന്ത്യ വിവരം കൈമാറിയിട്ടുണ്ട്. BSM എന്ന കമ്പനിക്കായിരുന്നു കപ്പലിന്റെ നടത്തിപ്പ് ചുമതല. ഈ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെടുന്നുണ്ട്. ചൈന, മ്യാൻമാർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് പൗരന്മാരാണ് കപ്പലിലുള്ളത്. കടലിൽ ചാടിയ 22 പേരിൽ 18 പേരെ രക്ഷപ്പെടുത്തി. 4 പേരെ കാണാതായി. മ്യാൻമാർ, ഇന്തോനേഷ്യ പൗരന്മാരെയാണ് കാണാതായത്. രക്ഷപ്പെടുത്തിയ 5 പേർക്ക് പരിക്കുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണ്. കണ്ടെയ്നറുകളിൽ എന്തുണ്ടെന്നുള്ള വിവരം കമ്പനി ഇതുവരെ നൽകിയിട്ടില്ല. വായുസ്പർശം കൊണ്ടും ഘർഷണം കൊണ്ടും തീപിടിക്കുന്ന വസ്തുക്കളുണ്ടെന്നാണ് വിവരമെന്നും നാവികസേന അറിയിച്ചു. രക്ഷാദൌത്യത്തിന് കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളും 3 വിമാനങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ICGS രാജദൂത്, അർണവീഷ്, സജീദ് കപ്പലുകൾ അപകട സ്ഥലത്തെത്തി. രക്ഷാദൌത്യത്തിനായാണ് പ്രഥമ പരിഗണനയെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. കപ്പലിലെ തീ അണയ്ക്കാനും ഊർജിത ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കോഴിക്കോട് പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ ഹരി അച്യുത് വാര്യർ ബേപ്പൂർ പോർട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ബേപ്പൂർ തുറമുഖം ഓഫീസ് പറഞ്ഞിട്ടുണ്ട്. എന്തിനും തയ്യാറായിരിക്കാൻ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. 2 ടഗുകൾ നിലവിൽ പോർട്ട് ഒതുക്കി വെക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുള്ളത് വലിയ കപ്പലുകളാണ്. അവയ്ക്ക് നേരിട്ട് പോർട്ടിലേക്ക് വരാൻ ആവില്ല. വരികയാണെങ്കിൽ തന്നെ പുറം കടലിൽ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കേണ്ടി വരും. രക്ഷാപ്രവർത്തനത്തിന് കാലാവസ്ഥ മോശമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അവരെ എത്തിക്കാൻ അടുത്ത അഴീക്കലാണ്. ബേപ്പൂരിലേക്കാണെങ്കിൽ വലിയ കപ്പലിൽ നിന്ന് ചെറുതിലേക്ക് മാറ്റാൻ സമയമെടുക്കും. അതുകൊണ്ട് സമയലാഭം മംഗലാപുരമായിരിക്കും. മംഗലാപുരത്തേക്കാണ് നേരിട്ട് കൊണ്ടുപോകാൻ എളുപ്പം. കപ്പലിലുള്ളവർ തന്നെ വിദേശ പൗരന്മാരായിരിക്കുമെന്നും കൂട്ടിച്ചേർക്കുന്നു.